ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളാണല്ലോ ഒരു ജാതി ജാതകം, പൊന്മാൻ. ഈ 2 സിനിമകൾക്കും ഇന്നലെ തിങ്കളാഴ്ച മികച്ചൊരു ഹോൾഡ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വിനീത് ശ്രീനിവാസന്റെ കോമഡി സിനിമ ഒരു ജാതി ജാതകം എന്ന സിനിമ ഇന്നലെ 50 ലക്ഷം കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ വെറും 4 ദിവസങ്ങൾ കൊണ്ട് 3 കോടി കടന്ന് 3 കോടി 5 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. GCCയിൽ ബാൻ ലഭ്യമായതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ വേറെ ലെവലൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും കേരളത്തിൽ വളരെ മികച്ചൊരു തുടക്കം സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ സിനിമ മുന്നോട്ട് പോയി വിജയിക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഒരു ജാതി ജാതകത്തിനേക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ കഴിഞ്ഞ ആഴ്ചയിലെ സിനിമ അത് ബേസിൽ ജോസഫ് നായകനെത്തിയ പൊന്മാനാണല്ലോ. എന്നിട്ടും സിനിമയ്ക്ക് വലിയ കളക്ഷൻ വർധന തിങ്കളാഴ്ചയിലെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ജാതകത്തെക്കാൾ കൂടുതലായിട്ട് പൊന്മാനെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ 54 ലക്ഷം രൂപയാണ് പൊന്മാൻ കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 4 കോടി 50 ലക്ഷത്തിനടുത്തേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. അതറിയാൻ കൂടി പ്രേക്ഷകർ കാത്തിരിക്കൂ. വീഡിയോയിൽ അവസാനത്തെ റിപ്പോർട്ട് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടി ചേട്ടൻ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ്. സിനിമയുടെ 2ാമത്തെ തിങ്കളാഴ്ചയിൽ കൃത്യമായി കേരള കളക്ഷൻ വന്നിരിക്കുകയാണ്. അതുകൂടി പുറത്തു വരുമ്പോൾ സിനിമ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഇന്നലെ 14 ലക്ഷം രൂപ മാത്രം കേരളത്തിൽ ഗ്രോസ് വന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് നിലവിൽ 9 കോടി 16 ലക്ഷത്തിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ കാര്യമായിട്ടൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ ഒരു 25 ലക്ഷം രൂപയെങ്കിലും വേൾഡ് വൈഡ് ഗ്രോസ് വന്നിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ഇതുവരെ 19 കോടി 40 ലക്ഷം പിന്നിട്ടിട്ടുണ്ടാകും. ഇനി 20 കോടിയിലേക്ക് സിനിമ എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നിലവിൽ ഒട്ടും മികച്ച കളക്ഷനെയല്ല സിനിമയ്ക്ക് പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി ചേട്ടൻ സിനിമ തിയേറ്ററുകളിലെ ഫ്ലോപ്പായി മാറിയിരിക്കുന്നു, പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ കളക്ഷൻ അറിയാനായിട്ട്.